പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. നമുക്ക് ഇന്നത്തെ ക്ലാസ് 11ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ വീണ്ടും കടക്കുകയാണ്. നമുക്ക് അതിവേഗത്തിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് മുമ്പോട്ട് നീങ്ങാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്ന ഒരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരം ആയിരുന്നു. നമ്മളിത് കഴിഞ്ഞ ആഴ്ച ഒരല്പമായി മാത്രം ഇതിൽ തൊട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു. നമ്മൾ ഈ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുമ്പോൾ 4 തടസ്സങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതിൻ്റെ 2 കാര്യങ്ങൾ, 2 തടസ്സം മാത്രമേ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളുമായിട്ട് സംസാരിച്ചുള്ളായിരുന്നു. അത് വേഗത്തിൽ ആദ്യത്തെ 2 എണ്ണം അല്പം വേഗത്തിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു പോകാം. അവിടുത്തെ 1-ാമത്തെ തടസ്സമായിരുന്നു ജോഗ്രഫിക്കൽ ബാരിയർ. 1-ാമത്തെ തടസ്സം ജോഗ്രഫിക്കൽ, അതായത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ തടസ്സം. നമ്മൾ ഈ 4-ാം വാക്യത്തിൽ നാം കാണുന്നത് യേശു ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് 4-ാം വാക്യത്തിൽ നമ്മളോട് വായിക്കുന്നുണ്ടല്ലേ. അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്നാണ് അവിടെ പറയുന്നത്. ഇത് ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ യഹൂദർ സാധാരണ ശമരിയയിൽ കൂടി പോകാറില്ലായിരുന്നു എന്ന് ഞാനത് പറയുവാനിടയായി തീർന്നു. അന്നത്തെ കാലത്ത് മിക്ക യഹൂദ യാത്രക്കാരും ഈ ശമരിയയ്ക്കിപ്പുറത്ത് അല്ലെങ്കിൽ ഗലീലയിലേക്കൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ അതവരെ മനഃപൂർവ്വമായി ഇതിൻ്റെ അതിരുകളിലൂടെ സഞ്ചരിച്ച് യോർദാൻ നദി കടന്ന് കിഴക്കൻ തീരത്തൂടെ പെരിയയിലൂടെ സഞ്ചരിച്ച് കൂടുതൽ വടക്കോട്ട് നോർത്തിലോട്ട് യാത്ര ചെയ്ത് ഗലീലയിലേക്ക് പോകാറായിരുന്നു ഇവരുടെ നോർമൽ ഷെഡ്യൂൾ അല്ലേ. കോമൺ ജൂയിഷ് റൂട്ട് ഈ ഒരു വഴിയായിരുന്നു. ഈ സൈഡിൽ കൂടെ അവർ ഗലീലയിലേക്ക് പോവുകയായിരുന്നു ഇവർ പതിവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ യാത്ര ഇവർക്ക് സാധാരണയായിട്ട് ദൂരക്കൂടുതലുമായിരുന്നു. ഇവർക്ക് സമയവും ഒത്തിരി എടുത്തു. എന്നാലും നമുക്കറിയാം ശമരിയവുമായിട്ടുള്ള അവരുടെ ബന്ധം വളരെ വഷളായതുകൊണ്ട്, യാതൊരു രീതിയിലും അവരുമായിട്ട് സഹകരിക്കാത്തത് കൊണ്ട് അവർ കഷ്ടപ്പെട്ടാണേലും അവർ ഈ സൈഡിൽ കൂടെ പോകത്തുള്ളൂ, ഇങ്ങനെ നേരെ പോകില്ല. എന്നാൽ യോഹന്നാൻ പറയുന്ന ഭാഗം ഹി ഹാഡ് ടു ഗോ ത്രൂ സാമരിയ, അവൻ പോകേണ്ടി വന്നു എന്ന വാക്ക് ഈ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി ആയിരുന്നില്ല, നെസസറി ആയതുകൊണ്ടല്ല അവൻ ഇതിലേക്കൂടെ പോയത്. എന്ന് പറഞ്ഞാൽ ഈ വഴിയല്ലാതെ വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് ശമരിയയിലൂടെ പോകേണ്ടി വന്നു, അതുകൊണ്ടല്ല ഇതിലേക്കൂടെ യേശു പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതിൻ്റെ പുറകിൽ എന്തോ ഉണ്ടായിരുന്നു, ഒരു ദൈവിക നിയോഗമുണ്ടായിരുന്നു, ഒരു ഡിവൈൻ നെസസിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ യോഹന്നാൻ 3:30 നാം കണ്ട അതേ ഗ്രീക്ക് പദം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഡെയ് എന്ന വാക്ക് അല്ലേ. അവൻ വളരണം, ഞാനോ കുറയണം, ഹി മസ്റ്റ് ഇൻക്രീസ്, ഐ മസ്റ്റ് ഡിക്രീസ് എന്ന് പറയുന്ന ആ ഒരു നെസസിറ്റി, ഡിവൈൻ നെസസിറ്റി, ഇവിടെയും ഡെയ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പോകേണ്ടി വന്നു എന്ന് പറയുന്ന, യേശു ശമരിയയിൽ കൂടെ തന്നെ കടന്നു പോകണം എന്നുള്ള ഒരു ദൈവിക നിയോഗമായിരുന്നു. കാരണം ഈ സുഖാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ വെള്ളം കോരുവാൻ കിണറ്റിനരികിലേക്ക് വരുന്നത് യേശു കർത്താവ് ഈ ജൂദിയയിലിരിക്കുമ്പോൾ തന്നെ കാണുകയാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ താൻ അവിടെ എത്തുന്നതിൻ്റെ മുൻപായി ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ ദൈവിക ദൃഷ്ടിയിൽ ആ സ്ത്രീയെ കണ്ടുകൊണ്ടാണ് മനഃപൂർവ്വമായി ആ യാത്ര തിരഞ്ഞെടുത്തത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കും, ഞാൻ പ്രതീക്ഷിക്കാത്ത ചില സമയങ്ങളിൽ ദൈവിക നിയോഗങ്ങൾ അല്ലെ ദൈവിക എൻകൗണ്ടേഴ്സ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമുക്ക് ചിലപ്പോൾ അത് അന്നേരമായിരിക്കും ഫീൽ ചെയ്യുന്നതെങ്കിലും നമ്മളെ മുൻകൂട്ടി കാണുന്നൊരു ദൈവമുണ്ട്,
നമ്മളെ മുൻകൂട്ടി തേടി വന്നൊരു ദൈവസ്നേഹമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വഴികൾ ദൈവം മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു പക്ഷെങ്കിൽ ഹല്ലേലൂയ ആ ഒരു കിണറ്റിൻ്റെ അരികിലേക്ക് ആ സമയത്ത് അവിടെ കടന്നു വരുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ ഒന്നാമത്തെ വിഷയം ജോഗ്രഫിക്കലായിരുന്നു അവിടുത്തെ തടസ്സം. രണ്ടാമത്തെ അവിടുത്തെ പ്രശ്നം, അതും കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, എത്നിസിറ്റി ആയിരുന്നു, വംശീയതയായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ചരിത്രപരമായ പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. യഹൂദരും ശമരിയക്കാരും തമ്മിലുള്ള ഒരു ചരിത്ര പശ്ചാത്തലം. കാരണം BC 722, BC 722 ഈ അശൂർ ഭരണകൂടം, അസീറിയൻ കിങ്ഡം നോർത്തേൺ ഇസ്രായേൽ എന്ന് പറയുന്ന 10 ഗോത്രങ്ങൾ, യഹൂദിയും ബെഞ്ചമിനും ഒഴിച്ച് മനുഷ്യയുടെ പാതി ഗോത്രം കൂടെ ഉണ്ട്. എന്നാലും അവരെ 2 ഗോത്രമായിട്ടും മറ്റവരെ ഭൂരിഭാഗം മനുഷ്യഗോത്രം അപ്പുറത്താണ്, ഇസ്രായേലിന്റെ കൂടെയാണ്. അങ്ങനെ 10 ഗോത്രക്കാരെ വടക്കൻ ഇസ്രായേൽ എന്ന് പറയുന്ന, അല്ലെ നോർത്തേൺ കിങ്ഡം എന്ന് പറയുന്ന ഇസ്രായേലിനെ അസീറിയൻ കിങ്ഡം വന്ന് കോൺകർ ചെയ്തു, അവരെ കീഴടക്കി. അപ്പൊ അവരുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും എല്ലാം ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്തു? നാട് കടത്തിക്കൊണ്ടുപോയി. എന്നിട്ട് അവരുടെ നാട്ടിലുള്ള അന്യജാതിക്കാരെ എല്ലാം കൂടെ ഈ ഇസ്രായേലിന്റെ പ്രൊവിൻസിലേക്ക് കൊണ്ടുവന്ന് പുനരധിവസിപ്പിച്ചു, അവിടെ വന്ന് താമസിപ്പിച്ചു. ഞാൻ ഈ വാക്യം പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്തായിരുന്നു. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 24-ാം വാക്യം. അതൊന്ന് വായിച്ചേ. 2 രാജാക്കന്മാർ 17-24. അവിടെ എന്താണ് അത് പറഞ്ഞത്, ശരിയാണോ എന്ന് പഴയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കണം. 2 Kings chapter 17 verse 24. അശൂർ രാജാവ് ബാബേൽ, ഖൂദ, ഔവ, ഹമാത്ത്, സെഫേർവയും എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. അവർ ശമരിയ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർത്തു. കണ്ടോ? അപ്പൊ ഈ കുടിയേറ്റക്കാർ ഈ ദേശത്ത് വന്ന് അവശേഷിക്കുന്ന ഇസ്രായേലിയരുമായിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? മിശ്രവിവാഹം നടന്നു, മിക്സഡ് മാരിയേജ്. അങ്ങനെ മിശ്രവിവാഹം നടന്ന് ഒരു സമ്മിശ്ര മതം ഉടലെടുക്കേണ്ടി വന്നു. സമ്മിശ്ര മതം എന്ന് പറഞ്ഞാൽ അവർ പുതിയൊരു റിലീജിയൻ, പകുതി അസീറിയന്റെ മതവും പകുതി ഇസ്രായേലിന്റെ മതവും, ഇതെല്ലാം കൂടെ മിക്സഡ് ആയിപ്പോയി. ആരാധനയും അവരുടെ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം മിക്സ്ഡ് ആയി. അപ്പൊ അവർ മറ്റ് ദൈവങ്ങൾക്കൊപ്പം ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. നമുക്കറിയാം പഴയ നിയമത്തിൽ ഒരിക്കലും അത് അനുവാദമല്ല. നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കാവുന്നുള്ള കൽപ്പനയുള്ളപ്പോൾ യഹോവയായ ദൈവത്തെ മറ്റ് ദൈവങ്ങളുടെ ഒപ്പം ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ അവരുടെ പിൻഗാമികളായിരുന്നു ഈ ശമരിയക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 1-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കിനും, അതായത് യേശുവിന്റെ കാലം ആയപ്പോഴത്തേക്കിനും, യഹൂദന്മാരും ശമരിയക്കാരും തമ്മിലുള്ള ആ ഒരു ശത്രുതയുടെ തീവ്രത നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്നതായതുകൊണ്ട് അത് ഭയങ്കര അതിന്റെ എക്സ്ട്രീമിൽ എത്തിയിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ യഹൂദന്മാർക്ക് മനസ്സിലായത് എന്തായിരുന്നു? ഈ ശമരിയക്കാർ അവരുടെ വംശീയപരമായിട്ടും അവരുടെ മതപരമായിട്ടും ജാതികളോട് എന്ത് ചെയ്തു? മിക്സഡ് അപ്പായി പോയതുകൊണ്ട്, അതിനകത്ത് ഇന്റർ മാരിയേജ് സംഭവിച്ചത് കൊണ്ട് അവരുടെ രക്തശുദ്ധി കളങ്കപ്പെട്ടു, അവരുടെ വിശ്വാസത്തിന് കറപ്ഷൻ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമൂഹത്തെ അവർ വെറുക്കാൻ തുടങ്ങി. അപ്പൊ യഹൂദന്മാർക്ക് ശമരിയോടുള്ള ഒരു പുച്ഛം, അതുപോലെ തന്നെ ശമരിയക്കാർക്ക് തന്മൂലമുണ്ടായ ഒരു നീരസം യഹൂദന്മാരോട്. ഇതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഈ ശമരിയക്കാർക്ക് യെരുശലേമിൽ വന്ന്, അല്ലെങ്കിൽ യഹോവയായ ദൈവത്തോട് ചായ്വുള്ള കുറെ പേർക്ക് കാണും. അവിടെയും അവർക്ക് യെരുശലേമിൽ വന്ന് ആരാധിക്കാനൊന്നും പറ്റത്തില്ല. ആ ജനവുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? യെരുശലേമിന് പകരം ഇവിടെ മൗണ്ട് ഗെരിസീം, ഇവിടെ കാണാം, മൗണ്ട് ഗെരിസീം. നിങ്ങൾക്ക് മൊബൈലിനകത്ത് 2 ഫിംഗർ കൊണ്ട് അതൊന്ന് അല്പം ഒന്ന് എലാബറേറ്റ് ചെയ്താൽ, എൻലാർജ് ചെയ്താൽ നിങ്ങൾക്ക് അത് വലുതായിട്ട് മനസ്സിലാവും. എന്നാൽ യൂട്യൂബിൽ കാണുന്നവർക്ക് പിന്നീട് ഇത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ കാണാൻ പറ്റത്തില്ല. സൂമിലാണെങ്കിൽ
അത് പറ്റും. ഇതിനകത്ത് അക്ഷരം ചെറുതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് സൂം ചെയ്യാം വിരലുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ ഇവരത് ഗെർസീമില്, മൗണ്ട് ഗെർസീമിൽ അവരുടെ ആരാധനാലയം തുടങ്ങി. യഹൂദന്മാര് യെരുശലേം ദേവാലയത്തിൽ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ മൗണ്ട് ഗെർസീം പർവ്വതത്തെ കേന്ദ്രീകരിച്ച് അവരുടെ നിലയിലുള്ള മതപരമായ ആചാരങ്ങളൊക്കെ അവര് നടത്തി ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ യോഹന്നാൻ നാലാം അധ്യായം അതിന്റെ 9-ാം വാക്യം, സൗണ്ട് വരുന്നില്ല. ഓക്കെ, യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്, യഹൂദന്മാർക്കും ശമര്യക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അങ്ങനല്ലേ 9-ാം വാക്യത്തിൽ പറയുന്ന വാക്യം? യഹൂദന്മാർക്കും ശമര്യക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അപ്പൊ ഇതൊരു ചെറിയ അകൽച്ചയല്ലായിരുന്നു, ഒരു ചെറിയ അകൽച്ചയല്ലായിരുന്നു. ഈ രണ്ട് കൂട്ടരുടെ മധ്യത്തിൽ ഒരു കൾച്ചറൽ വാൾ നിന്നിരുന്നു, കൾച്ചറൽ വാൾ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ ഈ യഹൂദ റബി എന്ന് പറയുന്ന യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ശമര്യക്കാരുമായിട്ട് നടത്തുന്ന ഈ ഒരു കോൺവെർസേഷൻ തന്നെ ആ ഒരു സമൂഹത്തിൽ വലിയ ചർച്ചയായി മാറും. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അത് വലിയൊരു ന്യൂസ് ചാനലിലേക്ക് പോകും അത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആരും ശമര്യക്കാരോട് ഇടപഴകാത്തത്. അത് സമൂഹത്തിൽ തന്നെ വലിയ വിഷയമാവും, വലിയൊരു പ്രശ്നമാണ്. തന്മൂലം ശമര്യക്കാർ ഇവരോട് സംസാരിക്കാറില്ല. അപ്പൊ ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്തായിരുന്നു? എത്നിസിറ്റി. ഇനി മൂന്നാമത്തെ ഒരു തടസ്സം ജെൻഡറാണ്. ജെൻഡർ, ലിംഗഭേദം. എന്തായിരുന്നു ഇവിടെ കാണുന്നത്? ഒരു യഹൂദ പുരുഷനും ഒരു ശമരിയ സ്ത്രീയും തമ്മിൽ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്, ഇതിനകത്തെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ 1-ാം നൂറ്റാണ്ടിലെ യഹൂദ സംസ്കാരത്തിൽ ഒരു റബി ഒരു സ്ത്രീയുമായിട്ട് പൊതുവെ എന്ത് ചെയ്യാറില്ല? പരസ്യമായിട്ട് അങ്ങനെ സംസാരിക്കാറില്ല. ഈവൻ അത് സ്വന്തം ഭാര്യയോടാണെങ്കിൽ പോലും വീടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പബ്ലിക്കലി ഒരു റബി തൻ്റെ ഭാര്യയോട് പോലും അധികം ടോക്ക് ചെയ്യാറില്ല. അങ്ങനെ ഒരു കൾച്ചർ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അത്. കാരണം അപ്പം അതെങ്ങനെ മനസ്സിലാവും? 27-ാം വാക്യം നിങ്ങൾ നോക്കിയാൽ 27-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവൻ സ്ത്രീയോട് സംസാരിക്കാൻ ആശ്ചര്യപ്പെട്ടു. കണ്ടാ പറഞ്ഞു, ആശ്ചര്യപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും ആശ്ചര്യപ്പെട്ടത്? അങ്ങനൊരു കൾച്ചർ അവരുടെ ഇടയിലില്ല. അപ്പൊ ഇതൊരു സാംസ്കാരിക അകൽച്ചയാണെന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു രംഗം അവിടെ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇതൊരു കേവലം അസാധാരണമായ കാര്യമായിരുന്നില്ല. അപ്പൊ അക്കാലത്തെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇങ്ങനെ രണ്ടുപേര് സംസാരിക്കുന്നത് കണ്ടാൽ അത് വളരെ അപകീർത്തിയായിരുന്നു, ഷെയിംഫുൾ ഉണ്ടാകുമായിരുന്നു അവരുടെ ഇടയിൽ. അപ്പൊ ഒരു ജൂത റബിയും ഒരു ശമര്യക്കാരത്തെയും സ്ത്രീയും ഒരു കിണറ്റിന്റെ കരയിൽ ഒറ്റയ്ക്ക്. അപ്പൊ ഈ വിഷയത്തിലെ ദൈവശാസ്ത്രത്തെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ മനസ്സിലാകുന്നത്, ഈ ഒരു കൂടിക്കാഴ്ച ഒന്നിലധികം അല്ലെങ്കിൽ ഒരേ സമയം ഒന്നിലധികം സാംസ്കാരിക നിയമങ്ങളെ ലംഘിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ ദൈവശാസ്ത്രമല്ല ഞാനിപ്പം പറഞ്ഞത്, ഇവിടുത്തെ പ്രോബ്ലമാ പറയുന്നത്. അപ്പൊ ഒന്നിലധികം പ്രശ്നങ്ങളുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ പ്രശ്നമുണ്ട്, ശമര്യക്കാരുടെ ഇടയിൽ പ്രശ്നമുണ്ട്. ഇനിയും റബി എന്ന നിലയിൽ ഇത് വലിയൊരു പ്രശ്നമാണ്. മനസ്സിലായോ? സൊസൈറ്റിയിൽ നിന്ന് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും, പള്ളിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒന്നിലധികം നിയമങ്ങളെ ലംഘിക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം. ദിസ് വാസ് ഹൈലി അൺയൂഷ്വൽ. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഇത് ആശ്ചര്യപ്പെട്ടു, എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നമുക്കവിടെ കാണുവാനിടയായി തീർന്നു. അപ്പൊ മൂന്നാമത്തെ അവിടുത്തെ പ്രശ്നം ജെൻഡർ ആയിരുന്നു എങ്കിലും നാലാമത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ദ ഫോർത്ത് ബാരിയർ അവിടെ കാണുന്നത് ധാർമ്മിക ചരിത്രമാണ്, ദ മോറൽ ഹിസ്റ്ററി. അതാണ് അവിടുത്തെ
നാലാമത്തെ പ്രശ്നം, അതായത് ആ സ്ത്രീയുടെ വ്യക്തിപരമായ ജീവിത കഥയായിരുന്നു. അപ്പൊ നമ്മളിവിടെ കാണുന്ന ശമരിയക്കാരുത്തി എപ്പോഴവിടെ വെള്ളം കോരാൻ വരുന്നതെന്നറിയാമോ? ഉച്ചയ്ക്ക് കിണറ്റിലേക്ക് വെള്ളം കോരുവാൻ വരുന്ന ഒരു സ്ത്രീയാണ് നമുക്കവിടെ കാണുന്നത്. അപ്പൊ ജൂത സമയം അവിടെ പറഞ്ഞിരിക്കുന്നത് 6 മണി നേരം എന്ന് ആണോ? 6 മണി, 6-ാം വാക്യത്തിൽ അവിടെ കാണുന്നുണ്ട് 6 മണി നേരം. അപ്പൊ അത് ജൂയിഷ് ടൈമാണ്. 6 മണി നേരം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മുടെ ടൈം വെച്ച് 12 മണിയാണ്. 12 മണി. അപ്പൊ ഈ 12 മണി ആയപ്പോഴാണ് ഈ സ്ത്രീ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ ഏറ്റവും ചൂടുള്ള സമയം. അപ്പൊ ഈ ചൂടുള്ള സമയത്ത് ഇവള് വെള്ളം കോരാൻ വരിക. സാധാരണ സ്ത്രീകള് അല്പം തണുപ്പൊക്കെയുള്ള പ്രഭാത സമയത്ത് വന്ന് വെള്ളം കോരി പോകാറാണ് പതിവ്. എന്നാൽ ഉച്ചയ്ക്ക് ഒറ്റയ്ക്ക് ഈ ഒരു ഉച്ച സമയത്ത് അവൾ വരുന്നത് ഒരു പക്ഷെങ്കിൽ മറ്റ് സ്ത്രീകളെ അവൾ ഒഴിവാക്കിയതാകാം എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. അപ്പൊ യേശു അവളുടെ ജീവിത സംഭവങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് നമ്മൾ കണക്കിലെടുത്താല് ഏതാണ്ടും തീർച്ചയായും അതാകാം ഒരു റീസൺ. മറ്റ് സ്ത്രീകളുമായിട്ട് അവൾ മിങ്കിൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, ഒറ്റയ്ക്ക് ജീവിക്കാൻ താല്പര്യപ്പെടും. മനസ്സിലായോ? അപ്പൊ അവള് വെറും ഒരു ശമരിയക്കാരി മാത്രമല്ല, അവൾക്ക് സമൂഹത്തിന് അറിയാവുന്ന സങ്കീർണമായ ഒരു പാസ്റ്റ്, ഒരു ഭൂതകാലം ഉള്ള ഒരു ശമരിയ സ്ത്രീയാണ് അവൾ. അപ്പൊ ഈ കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, ഒറ്റപ്പെടുത്തിക്കളഞ്ഞ ഒരു ചുറ്റുപാടിൽ നിന്ന് അവൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അല്ലെങ്കിൽ സമൂഹം അവളെ അധികം അക്സെപ്റ്റ് ചെയ്യാത്തൊരു സ്ത്രീ. ഒരുപക്ഷെങ്കിൽ ഒരു മാന്യനായ ഒരു യഹൂദ റബിയുമായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തുന്ന ഒരു അവസാന വ്യക്തിയും കൂടെ ആയിരിക്കാം ഒരുപക്ഷെങ്കിൽ ഈ സ്ത്രീ. അപ്പൊ ഈ സ്ത്രീയാണ് ഈ നട്ടുച്ചയ്ക്ക് ഇവിടെ വരുന്നത്. അപ്പൊ നാലാമത്തെ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾ വരുന്ന സമയമാണ്, ഉച്ച സമയം. അപ്പൊ 4 തടസ്സങ്ങൾ ഞാൻ പറഞ്ഞല്ലേ. ഒന്നാമത്തെ തടസ്സം ജിയോഗ്രഫിക്കലായിരുന്നു, ഭൂമിശാസ്ത്രപരമായ തടസ്സം. രണ്ടാമത്തെ തടസ്സം എന്തായിരുന്നു? എത്നിസിറ്റി, അവിടുത്തെ ആ ഒരു വംശീയത, അതായിരുന്നു. മൂന്നാമത്തെ തടസ്സം ജെൻഡർ ആയിരുന്നു, ലിംഗഭേദത്തിന്റെ പ്രശ്നത്താൽ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായി. നാലാമത്തെ പ്രശ്നം അവൾ വന്ന സമയം, ആരും എടുക്കാത്തൊരു സമയം, ഏകയായി കടന്നു വരുന്ന ഒരു സ്ത്രീ, ആരുമായിട്ട് മിങ്കിൾ ചെയ്യാത്ത ഒരു സ്ത്രീ. ഇനി നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മൾ ആ കിണറിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ കിണറിനെ കുറിച്ച് അവിടെ ബോധപൂർവം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അവിടെ എന്താണ് 6-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെ യാക്കോബിന് ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ച് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ബോധപൂർവ്വം എഴുതി. അപ്പൊ കിണറ്റിന്റെ തടത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുകയാണ്. അപ്പൊ വളരെ അർത്ഥം നിറഞ്ഞൊരു സംഭവമാണ് യോഹന്നാൻ യഥാർത്ഥത്തിൽ മനഃപൂർവ്വമായിട്ട് ഇത് കോട്ട് ചെയ്ത് ഇവിടെ പറയുന്നത്. വെറുതെ പറയുന്നതല്ല, മനഃപൂർവ്വമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം അങ്ങനെ പറയാൻ ചില കാര്യമുണ്ട്. യോഹന്നാൻ ഇത് പറയുമ്പോൾ അന്നത്തെ ലിസണേഴ്സിന്, അല്ലെ യഹൂദ ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു കിണറിന്റെ ഒരു ഉപമ എടുത്തുകൊണ്ട് പറയുമ്പോൾ, കിണറിനെ മെറ്റാഫോറിക്കലായിട്ട് യൂസ് ചെയ്യുമ്പോൾ യഹൂദന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവും കിണറിന്റെ ബന്ധം എന്താ. അപ്പൊ അത് പഴയ നിയമത്തിൽ അവർ അനേക ചിത്രങ്ങളുണ്ട്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് നോക്കിയാല് അബ്രഹാമിന്റെ ദാസൻ ഒരു കിണറ്റിനരികെ റെബേക്കയെ കണ്ടുമുട്ടുന്ന സംഭവമാണ്. പിന്നെന്താ സംഭവിക്കുന്നത് നമുക്കറിയാം, അല്ലേ? അവിടെ ഇസഹാക്കിന്റെ മണവാട്ടിയായിട്ട് ആ റെബേക്ക തീരുകയായിരുന്നു. ഇനി ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് റാഹേലിനെ കണ്ടുമുട്ടിയതും ഒരു കിണറ്റിന്റെ കരയിൽ വെച്ച്. അവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം, റാഹേല് ഈ യാക്കോബിന് പിന്നെ ഭാര്യയായി മാറി. ഇനി പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം വരുമ്പോൾ മോശ സിപ്പോറെ കാണുന്നത് ഒരു കിണറ്റിന്റെ അരികെ വെച്ച.
അതും എന്താ സംഭവിക്കുന്നത്? സിപ്പോറ മോശയ്ക്ക് ഭാര്യയായി മാറി. അപ്പൊ പഴയ നിയമത്തിലെ കിണറ്റിനരികെയുള്ള ഓരോ കണ്ടുമുട്ടലുകളും വിവാഹ നിശ്ചയത്തിലേക്ക് നയിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ യോഹന്നാൻ മനഃപൂർവ്വമായിട്ട് തന്നെ ആ രീതി എടുത്തിവിടെ പറയുകയാ. ആണോ? ഇവിടെ യേശുവാണ്, പുതിയ നിയമത്തിൽ കാണുന്നത് യേശുവാണ് ഇവിടുത്തെ യഥാർത്ഥ മണവാളൻ. അപ്പൊ കഴിഞ്ഞ സെക്ഷനിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ രൂപകം ഞാൻ നിങ്ങൾ മനസ്സിലാക്കി കാണും. 3-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മൾ അവിടെ പറയുന്ന വാക്യം വായിച്ചായിരുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു, ഈ എൻ്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു. അപ്പൊ യേശു കിണറ്റിനരികത്തേക്ക് വരികയാ. അപ്പൊ യേശു ആ സ്ത്രീയെ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. അവരുടെ സംഭാഷണം അവസാനിക്കുമ്പോൾ നാം അവിടെ കാണുന്നത് ആ ശമരിയക്കാരത്തി മൂലം അവിടുത്തെ സമൂഹത്തിലെ അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാർ യേശുവുമായിട്ട് ബന്ധത്തിലാകുന്ന ഒരു ചിത്രമാണ്. അപ്പൊ കിണറ്റിനരികെയുള്ള ആ ഒരു പഴയ നിയമത്തിന്റെ പാറ്റേൺ ഈ പഴയ രീതിയോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരു ഫുൾഫിൽമെന്റ് ആണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഇവിടെ കാണുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ? മണവാട്ടി എന്നത് ഈ ഒരു സ്ത്രീ എന്നല്ല, മണവാട്ടി എന്ന് പറയുന്ന അവിടുത്തെ ജനത മുഴുവനും, ആ ദേശത്തിലെ ജനത മുഴുവനും അവിടുത്തെ മണവാട്ടിയായി മാറുന്ന ഒരു രംഗമാണ് നമ്മളവിടെ കാണുന്നത്. ജീസസ് ഈസ് ദ ബ്രൈഡ് ഗ്രൂം ആൻഡ് ശമരിയ ഈസ് ബീയിങ് ഇൻവൈറ്റഡ് ഇൻ ടു ദ കവനന്റ് റിലേഷൻഷിപ്പ്. ആ ഉടമ്പടി ബന്ധത്തിലേക്ക് ആ ദേശം വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതാണ് 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ. നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത് 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്ത് നമുക്കിപ്പം 7, 8, 9 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കും. 7, 8, 9. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അവിടെ ഒരു ചോദ്യമാണ് യേശു ചോദിക്കുന്നത്, എനിക്ക് കുടിപ്പാൻ തരുമോ? അപ്പൊ നിങ്ങൾ നോക്കിക്കോണേ, അവിടെ കർത്താവ് സ്വയം ദുർബലനായിട്ടാണ് യേശുവിന്റെ സംഭാഷണം ആരംഭിക്കുന്നത്, അല്ലേ? തന്നെ യഹൂദൻ എന്ന ഒറ്റ കാരണത്താൽ അവഗണിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയോട് തന്നെയാണ് യേശു സഹായം ചോദിക്കുന്നത്. യഹൂദനാന്ന് അറിഞ്ഞാൽ ശമരിയക്കാർ അന്നേരെ പറയും, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, ഇവിടുന്ന് പൊയ്ക്കോളാൻ പറയും. ആ വ്യക്തിയോട് തന്നെ കർത്താവ് ഒരു സഹായം ചോദിക്കുക, എനിക്ക് കുടിപ്പാൻ തരുമോ? അപ്പൊ യഹൂദന്മാരുടെ ഒരു രീതിയിലും സാമൂഹിക ബന്ധമില്ലാത്ത ഒരാളോട് തന്നെയാണ് കർത്താവ് ഇത് ചോദിക്കുന്നത്. അപ്പം ശരിക്കും കർത്താവ് അവിടെ ഒരു നാടകം എടുത്തതാണോ, തന്ത്രം എടുത്തതാണോ, വെള്ളത്തിന് വേണ്ടി ചുമ്മാതെ ആക്ട് ചെയ്തതാണോ? നമ്മൾ ബൈബിള് അവിടെ വായിക്കുമ്പോൾ അറിയാം, ഇത് യഥാർത്ഥമായി തന്നെ തൻ്റെ മാനുഷിക ആവശ്യമായിരുന്നു, നീഡായിട്ട് ചെന്നതാണ്. 6-ാം വാക്യം നോക്കിയാൽ നമ്മൾ 6-ാം വാക്യത്തിൽ തന്നെ അവിടെ എഴുതിയിട്ടുണ്ടല്ലേ, യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പൊ ക്ഷീണിച്ചും ദാഹിച്ചും ഇരുന്നെന്നാ പറയുന്നത്, അല്ലാണ്ട് ഒരിക്കലും അവിടെ ഒരു നാടകം കളിച്ചതല്ല, തന്ത്രമെടുത്തതല്ല. എന്നാൽ തൻ്റെ ആ ഒരു അവസ്ഥ സുവിശേഷം പറയാനായിട്ടുള്ള ഒരു വാതിൽ തുറക്കപ്പെടുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചില സമയങ്ങളിൽ ദൈവം നമ്മളെ ഒരു സ്ഥലത്താക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങളായിരിക്കും. ഒരുപക്ഷെ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലത്ത് ചിലപ്പോൾ നമ്മുടെ വണ്ടി പഞ്ചറായെന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പനി പിടിച്ചെന്ന് വരും, നമുക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നേക്കാം. അതിലൂടെ നമ്മൾ വേറൊരാളെ കണ്ടുമുട്ടും, ചിലപ്പോൾ അത് സുവിശേഷത്തിന്റെ വാതിലായിരിക്കും. നമുക്കറിയത്തില്ല ദൈവം നമ്മളെ കൊണ്ട് ഏതെങ്കിലും ദേശത്ത് നമ്മളെ എത്തിക്കുന്നത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന്, ഏത് രീതിയിലാണ് നമ്മളെ കൊണ്ട് ദൈവം സാക്ഷിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശു വിശന്നും
ക്ഷീണിച്ചും ആ കിണറ്റിന്റെ അരികിൽ വന്നിരിക്കുമ്പോൾ, ദാഹിച്ചും വന്നിരിക്കുമ്പോൾ സ്ത്രീയോട് ചോദിക്കുക, എനിക്ക് കുടിപ്പാൻ വെള്ളം തരുമോ? 8-ാം വാക്യം നമ്മൾ അവിടെ കാണുന്ന അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ കൊള്ളുവാൻ എവിടെ പോയിരുന്നു? പട്ടണത്തിൽ പോയിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ സാധാരണയിൽ കവിഞ്ഞ് ഇവിടെ എന്താ പറയാ, യേശുവിന്റെ കൂടെ ഒരു ശിഷ്യനും ഉണ്ടായിരുന്നില്ല. നോർമലി നോക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ യേശുവിന്റെ കൂടെ കാണും അല്ലേ? ഇത് എല്ലാവരും ഭക്ഷണം മേടിക്കാൻ പോയി, യേശുവിനെ ഒറ്റയ്ക്കാക്കി വെച്ച്. ഇനി ഒരുപക്ഷെ അതും ഒരു ദൈവഹിതമാണെന്ന് ഓർത്തോണം. ഇനി ഒരുപക്ഷെങ്കിൽ 1-2 പേര് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഈ സ്ത്രീ അടുപ്പിക്കുവോ? ഈ സ്ത്രീ അവളുടെ ജീവിത കഥ പറയുമോ? ഇവർക്ക് ഒത്തിരി ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇതൊന്നും കഴിയാതെ വന്നേനെ. അപ്പൊ യേശു അവിടെ ദൈവശാസ്ത്ര പ്രസ്താവനയോടുകൂടെ ഒന്നും അല്ല ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ സംഭാഷണം തുടങ്ങുന്നത്, ഭയങ്കര പ്രസംഗമൊക്കെ നടത്തി അങ്ങനെ വല്ലതും ആണോ? അങ്ങനെയൊന്നുമല്ല. He does not begin with any theology. യേശു ഒരു വാഗ്ദത്വവും അവർക്ക് ചെയ്യുന്നില്ല, ഒരു ഓഫറിങ്ങും നടത്തുന്നില്ല. ഞാൻ നിനക്ക് അത് തരാം, ഞാൻ നിനക്ക് ഇത് തരാം, ഇതൊന്നും ചെയ്യുന്നില്ല അവിടെ. അവൻ എന്തോ അവളോട് ആവശ്യപ്പെടുക, ഒരു നീഡ് ആവശ്യപ്പെടുക. ആ ഒരു ചോദ്യത്തിലൂടെ ഒരു സംഭാഷണം ഉടലെടുക്കുക, ഒറ്റ വാക്കിലൂടെ ഒരു കോൺവെർസേഷൻ ബിൽഡായി കിട്ടുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ തുടക്കത്തിലെ തള്ളിക്കളയേണ്ട വ്യക്തിയാണ് അല്ലേ? ആ ഒറ്റ ചോദ്യത്തിലൂടെ തന്നെ ചിലപ്പോൾ ആ ഒരു കോൺവെർസേഷൻ നിൽക്കാനും മതി. വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ വെള്ളവും ഇല്ല, ഒന്നുമില്ല, താങ്കളുടെ വഴിക്ക് പോകാൻ പറയും അല്ലേ? സാധാരണ അതാണ് ഈ ശമരിയക്കാർ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അതിലൂടെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടാക്കി. ഇപ്പൊ ഒരു സാംസ്കാരിക അകൽച്ച എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് ആ സ്ത്രീയുടെ പ്രതികരണം തന്നെ നമ്മളെ വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മളവിടെ വായിച്ചു. അവിടെ എന്താ വായിച്ചത്? നീ യഹൂദനായിരിക്കെ, അങ്ങനെയല്ല അവിടെ വായിച്ചത്. നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? അപ്പൊ ആ സ്ത്രീ അവിടെ ആ ഒരു കാര്യം പറഞ്ഞത്, സ്ത്രീക്ക് യേശുവിനോട് ശത്രുത ഉണ്ടായിട്ടല്ല, ശത്രുതയോടോ ദേഷ്യത്തോടെ അല്ല സ്ത്രീ ഇത് പറയുന്നത്. യേശു ഇങ്ങനെ അവളോട് ചോദിക്കുമെന്ന് ഈ സ്ത്രീ ഒട്ടും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. യേശു ഇങ്ങനെ ചോദിക്കുമെന്ന് നമുക്ക് യാതൊരു നിരൂപണവും ഇല്ലായിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിൽ, എനിക്ക് അല്പം വെള്ളം തരുമോ എന്നുള്ള ചോദ്യത്തിൽ തന്നെ സ്ത്രീ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിപ്പോയി. അവളെ ജീവിക്കുന്ന ആ ജീവിത സാമൂഹിക പശ്ചാത്തലത്തിൽ അത് ലംഘനമായിരുന്നു. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. 9-ാം വാക്യം വരെ നമുക്കതാണ് മനസ്സിലാക്കുന്നത്. ഇനിയും 10, 11, 12-ാമത്തെ വാക്യം, 10, 11 and 12, 3 വാക്യം കൂടെ വായിച്ചേട്ടോ. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറ് ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത്, അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ സംഭാഷണത്തിന്റെ 2-ാം ഘട്ടത്തിലേക്ക്, സ്റ്റേജ് 2-ലേക്ക് കടക്കുകയാണ് അല്ലേ? സംഭാഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക, അതിന്റെ രൂപം മാറുക. 10-ാം വാക്യം പറയുക, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കർത്താവ് ഈ 10-ാം വാക്യം പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവളെ ഒന്ന് സർപ്രൈസ്ഡ് ആക്കി. എന്താ പറയുന്നത്? നീ ആരാണെന്ന് അവളോട് വ്യക്തമാക്കുകയാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ ദാനമാണ്. ഇന്നേ വരെ ആരും അവളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാവരും അവളെ പാർശ്വവൽക്കരിച്ചിട്ടേക്കുമായിരുന്നു, തള്ളിക്കളഞ്ഞിരിക്കുകയായിരുന്നു. ആ ഒരു ശമരിയ പട്ടണത്തിലെ റിജക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ആ ഒരു സ്ത്രീയോട് കർത്താവ് പറയുകയാ, നീ സാധാരണക്കാരി അല്ല സഹോദരി, നീ ദൈവത്തിന്റെ ദാനമാണ്. ഇത് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഒക്കെ പുകഴ്ത്തി പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകും അല്ലേ? അല്ലെ? ഒരു പ്രസംഗത്തില്
പെട്ടെന്ന് നമ്മളിപ്പോൾ ശ്രദ്ധിക്കാതിരിക്കുവാണെങ്കിൽ പാസ്റ്റർ പെട്ടെന്ന് ആ ഒരു നമ്മളെ പെട്ടെന്ന് അറ്റൻഷൻ ചെയ്യുക, ഈ അച്ഛൻ എന്ന് പറയുന്ന ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ അത് നല്ല അനുഗ്രഹിക്കപ്പെട്ട അച്ഛനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ വേറെ എവിടെയെങ്കിലും ആണ്, അതെല്ലാം മാറി പിന്നെ അന്നത്തെ പ്രസംഗം ഫുൾ അദ്ദേഹത്തിന്റെ മൈൻഡിൽ കയറും. കാരണം എന്നാ, അദ്ദേഹത്തെ ഒന്ന് അഡ്രസ് ചെയ്യും. ഇതുപോലെ യേശു ആ സ്ത്രീയെ ആദ്യം ഒന്ന് ക്യാച്ചപ്പ് ചെയ്തു മൈൻഡിനെ. എന്താ പറയുന്നത്? നീ ദൈവത്തിന്റെ ദാനമാ. ഇന്നവരെ ആരും അവളോട് പറഞ്ഞിട്ടില്ല. ആ ഒരു സംഭാഷണം ഒരു വാതിലായി ദൈവം ഉപയോഗിച്ചു, ഒരു കോൺവെർസേഷന്റെ ഒരു വാതിൽ. എന്നിട്ട് പറയുന്ന ഒരു അടുത്ത വാക്യമാണ്, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. കണ്ടോ, യേശു ആരാണെന്ന് വ്യക്തിപരമായി താൻ തന്നെ വെളിപ്പെടുത്താതെ തന്നെ തൻ്റെ സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചേച്ച് തന്നിലേക്ക് തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. അങ്ങനെ പറഞ്ഞപ്പോൾ സ്ത്രീക്ക് ഭയങ്കര ഒരു ജിജ്ഞാസയായി, യേശു ആരാണെന്ന് അറിയണം, ഐഡന്റിറ്റി ആരാന്ന് അറിയണം. കാരണം ഞാൻ ആരൊക്കെ ആണെന്ന് പറഞ്ഞിട്ടല്ലേ യേശു പറയുന്നേ. നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരാന്ന് നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഞാനിപ്പോൾ അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ ഈ യാദൃശ ഒരാളോട് ഇങ്ങനെ സംസാരിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ഒരു 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 നോർമൽ കോൺവെർസേഷനിൽ പറയുകയാ, ഞാൻ കഴിഞ്ഞ ആഴ്ച കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ എൻ്റെ ബിസിനസ്സിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞേച്ച് 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ അടുത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ കുറേ നേരം സംസാരിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനമെടുത്തു. ഇനി അടുത്ത മാസം എനിക്കൊരു അപ്പോയിൻമെന്റ് US പ്രസിഡന്റ് ട്രംപുമായിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയാൻ മേലാത്ത ഒരാളാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിലെങ്കിൽ നോർമലി അവനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എന്തായിരിക്കും ക്യൂരിയോസിറ്റി? ബ്രദർ ആരാ ശരിക്കും? എന്താ ബ്രദറിന്റെ ജോലി? മനസ്സിലായോ? എന്നെക്കുറിച്ച് അറിയാൻ, എൻ്റെ ഡെസിഗ്നേഷൻ എന്നാന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി വരും. ഇതുപോലെ തന്നെ ഈ സ്ത്രീക്ക് പെട്ടെന്നൊരു ക്യൂരിയോസിറ്റി വന്നു, തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ വ്യക്തി ആരാണ്? യേശുവിനെ കുറിച്ച് അവൾക്കറിയണം. അപ്പൊ അവൾ വളരെ പ്രായോഗികമായിട്ടാണ് പ്രതികരിക്കുന്നത്, അറിവില്ലാത്ത ആളായിട്ടല്ല. എന്നിട്ട് പക്ഷെ ഒരു പ്രശ്നം, ഇവള് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ലിറ്ററലി ആയിട്ടാ. നമ്മൾ 11-ാം വാക്യം നമ്മൾ എന്താ വായിച്ച? സ്ത്രീ അവനോട് പറയുകയാ, യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? ഇവൾ അറിയുന്നില്ല ആ പാത്രം ഇവള് തന്നെയാണെന്ന്. ഇവളായിരുന്നു ശരിക്കും ആ പാത്രം. പക്ഷെ ഇവളെ കാര്യങ്ങളെല്ലാം ലിറ്ററലി മനസ്സിലാക്കിയത്. നിങ്ങൾക്കറിയാം, ഈ കഥ അവസാനിക്കുമ്പോൾ കർത്താവിന്റെ ഒരു പാത്രമായി മാറുകയാണ് ഈ സ്ത്രീ, ശമര്യക്കാരത്തി അല്ലേ? അവൾ ആ ദേശത്തിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പാത്രമായി മാറി. ഇന്നും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇതുപോലെ പാത്രങ്ങളെ അന്വേഷിക്കുക, ദൂത് വഹിച്ചുകൊണ്ട് പോകുന്ന, അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നേടിയെടുക്കുന്ന ചില പാത്രങ്ങളായി തീരുവാൻ. അതിനുശേഷം അവൾ യേശുവിനെ വിരല് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് 12-ാം വാക്യത്തിൽ. എന്താണ് ചോദിച്ചത്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. എന്തിനാണ് അവൾ യാക്കോബിനെ കൂട്ടി പറഞ്ഞത്? അപ്പൊ യാക്കോബിനെ കൂട്ടി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാല്, അവൾക്കറിയാം യാക്കോബ് ഇവർ രണ്ടുപേരുടെയും പൊതുപൂർവികനാണ്. തലമുറകൾ തെറ്റിപ്പോയി മിക്സഡ് കമ്മ്യൂണിറ്റി ആയെന്നുള്ളത് ശരിയാ. പക്ഷേ യാക്കോബിന്റെ അടുത്ത് വരുമ്പോൾ ഇവരുടെ അപ്പനും യാക്കോബാണ്. യേശുവിന്റെ പുറകിലോട്ട് പോയാൽ അതും യാക്കോബിൽ വന്നെത്തത്തുള്ളൂ. അതുകൊണ്ട് പൊതുപൂർവികനിലേക്ക് വന്നിട്ടാണ് സംസാരിക്കുന്നത്. ഈ രണ്ടുപേർക്കും പൊതുപൂർവികനാണ് യാക്കോബ്. അപ്പൊ ഈ പങ്കിട്ട പൈതൃകം അവകാശപ്പെട്ടുകൊണ്ട് പറയുക, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവള് ചോദിച്ച ചോദ്യം ശരിയാ. എന്നാൽ യേശു ആരാണെന്ന് ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളത് നോക്കണം. ഇവിടെ കണ്ടോ, ആദ്യം യേശു ഒരു വെള്ളത്തിന്റെ റിക്വസ്റ്റുമായിട്ട് അവിടെ എത്തുകയാ.
എന്നിട്ട് യേശു വരുന്ന കണ്ടിട്ട് അവൾ സർപ്രൈസ് ആകുന്നു. സർപ്രൈസ് ആയി കഴിഞ്ഞിട്ട് യേശു കോൺവെർസേഷന് വേണ്ടി അവളോട് പറയുക, നീയാണ് ദൈവത്തിന്റെ ദാനം, നീ എന്നിൽ വിശ്വസിച്ചാൽ നിനക്ക് ജീവജലത്തിന്റെ നദികൾ നിന്നിലൂടെ ഒഴുകും. സ്തോത്രം. പെട്ടെന്ന് അതൊരു ചോദ്യത്തിലേക്ക് മാറുക. കോൺവെർസേഷൻ എങ്ങനെയാണ് ഷിഫ്റ്റ് ആകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് നമ്മൾ മുമ്പോട്ട് പോകണം. 13, 14, 15 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ട്. 13, 14, 15 വാക്യങ്ങൾ. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവായിത്തീരും എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു ഇവിടെ ചില അവകാശവാദങ്ങളെ ഉന്നയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലെ? 13, 14 വാക്യത്തിൽ അവിടെ നമ്മൾ വായിച്ച്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. സുവിശേഷത്തിന്റെ ഒരു മഹത്തായ ഒരു പ്രസ്താവനയാണ് നമ്മളിത് വായിച്ചു കേട്ടത്. ഒരേ സമയത്ത് 2 തലങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. മാനുഷിക നിലയിൽ നോക്കിയാൽ ഇത് ശാരീരികമായി തൃപ്തിപ്പെടുത്തുന്ന വെള്ളത്തെക്കുറിച്ച് പറയുന്നു. മാനുഷിക നിലയിലും ഇത് ആവശ്യമാണ്. എന്നാൽ ആത്മീയ തലത്തിൽ നോക്കിയാൽ ഇതൊരു വ്യക്തിക്കുള്ളിലെ ദൈവത്തിന്റെ ജീവനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഫിസിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്, സ്പിരിച്വലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തീർന്നു പോകുന്ന ഒരു വെള്ളത്തെ കുറിച്ചല്ല യേശു പറഞ്ഞത്. തീർന്നു പോവുകയും നിറയ്ക്കുകയും പിന്നെയും തീരുക നിറയ്ക്കുക അങ്ങനത്തെ ഒരു വിഭവത്തെ കുറിച്ചല്ല യേശു പറയുന്നത്. യേശു പറഞ്ഞത് ഉള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അല്ലെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഉറവയെ കുറിച്ചാണ് യേശു ആ സ്ത്രീയോട് അർത്ഥമാക്കുന്നത്. എന്നിട്ട് 15-ാം വാക്യത്തിൽ നമ്മൾ ആ സ്ത്രീ പറയുകയാണ്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം. അപ്പൊ ഈ വാക്യം കേട്ടാൽ നമുക്ക് തോന്നും, അവള് കോമഡിയാണോ ഇത് പറഞ്ഞതെന്ന്, ഹാസ്യരൂപേണയാണോ ഇത് പറഞ്ഞ്? നിക്കോദിമോസിന്റെ കൂട്ട്, അല്ലെ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ എങ്ങനെ വീണ്ടും കയറി ജനിക്കും? അവിടെ ഒരു രക്ഷപ്പെടിയില്ലായിരുന്നു, അല്ലേ? കർത്താവിന്റെ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഒളിച്ചോട്ടമല്ല. ആ വാക്യം നമ്മൾ വീണ്ടും മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ അവള് പറയുന്ന വാക്കുകൾ കേട്ടാൽ തന്നെ മനസ്സിലാകും, അവളുടെ വാക്കുകളിലും അവളുടെ ശരീരത്തിലും നല്ല ക്ഷീണം അവൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ആ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് എനിക്ക് ആ വെള്ളം തരണമെന്ന്. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഈ നട്ടുച്ചയ്ക്കാ വന്നിരിക്കുന്നത്. വെള്ളം ഒരു ദിവസം പല പ്രാവശ്യം ഒരു വീട്ടിൽ ആവശ്യമാണ്. ഭക്ഷണത്തെക്കാളും അനിവാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. പക്ഷേ അവൾ ഈ നട്ടുച്ച വെയിലത്ത് വന്ന് വല്ലാതെ മടുപ്പ് അനുഭവിച്ചവളാണ്. ഇനി ആ വെള്ളം കോരുന്നതിന്റെ മടുപ്പ് മാത്രമല്ല, ഒരുപക്ഷെ അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലും അവൾ മടുത്ത ഒരു അനുഭവത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. എന്നാൽ യേശു എന്താണ് വാഗ്ദത്തം ചെയ്യുന്നതെന്ന് അവൾക്ക് പൂർണ്ണമായി മനസ്സിലായില്ല എങ്കിലും ആ സ്ത്രീ തൻ്റെ മാനസിക അവസ്ഥയിൽ അങ്ങനെ പറഞ്ഞു പോയതാകാം, കർത്താവേ, ഞാൻ ഇവിടത്തോളം വരാതിരിക്കേണ്ടതിന് നീ എനിക്ക് ആ ജീവജലവും തരണം. എന്നാൽ യേശു കർത്താവ് യഥാർത്ഥ വിഷയത്തെയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നതെന്ന് ആ വാക്യങ്ങളിലൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗ്രഹിക്കാൻ പറ്റും. നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. 16, 17, 18, 19 വാക്യങ്ങൾ, 16 മുതൽ 19 വരെ വാക്യങ്ങൾ കൂടി വായിച്ചാട്ട്. യേശു അവളോട്, കേൾക്കുന്നില്ല, ഒന്നുകൂടെ സൗണ്ട് പോയി. ഇല്ല, പോയി. ഓക്കെ, ഞാൻ വായിക്കാം. 16. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി,
5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണും. അപ്പൊ 4-മത്തെ കോൺവെർസേഷൻ ഒരു എക്സ്പോഷറിലേക്ക് വരികയാണ്, ഒരു പൂർണ്ണമായ വെളിപ്പെടുത്തലിലേക്ക്. അപ്പം നമ്മൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെങ്ങനെയാണ് കോൺവെർസേഷൻ പോയെന്ന് നമുക്കറിയാം അല്ലേ. ചെറിയ വെള്ളം ചോദിച്ചുകൊണ്ട് യേശു ചെല്ലുക, അവിടുന്ന് അവളുടെ ജീവിതത്തെ തൊട്ടുണർത്തി ഇപ്പോൾ അതിൻ്റെ ഫുൾനെസ്സിലേക്ക് അവിടെ വരികയാണ്. 16 മുതൽ 18 വരെ നിങ്ങൾ നോക്കിയാൽ അവിടെ പറയുന്നത്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അതിന് സ്ത്രീ പറയുകയാണ്, എനിക്ക് ഭർത്താവില്ല. കർത്താവ് അതുകൊണ്ട് വിട്ടോ? കർത്താവ് പറയുക, സ്ത്രീയെ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ ഉള്ളവനും ഭർത്താവല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ തൻ്റെ ജീവിതം വെളിപ്പെടുത്തുന്ന നിമിഷമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, യേശു അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്ത്രീയുമായിട്ട് യേശു കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവളുടെ പേഴ്സണൽ ലൈഫിലേക്ക് അല്ലായിരുന്നു യേശു കർത്താവ് കയറിയത്. ഇവിടം വരെ എത്തിപ്പെടുന്നതിന് മുൻപേ യേശു നിരവധി തവണ അവളുമായിട്ട് സംഭാഷണം നടത്തിയിട്ടുണ്ട്. ആ സംസാര ബന്ധം വളർത്തിയെടുക്കുന്നുണ്ട്. അവളിൽ ഒരു ജിജ്ഞാസ ഉളവാക്കുന്നുണ്ട് യേശുവിനെ കുറിച്ച് അറിയുവാൻ. ഒടുവിലാണ് കർത്താവ് യഥാർത്ഥ പ്രശ്നം അവളോട് വെളിപ്പെടുത്തുന്നത്. ഈ പ്രശ്നം പറയുമ്പോൾ കർത്താവ് അവളെ പുച്ഛിച്ചോണ്ടല്ല, കളിയാക്കിക്കൊണ്ടല്ല, കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, ഒരു വലിയ പ്രഭാഷണവും നടത്തുന്നില്ല ആ വിഷയത്തിൽ. കർത്താവ് അവളുടെ മെയിൻ പ്രശ്നം വിളിച്ച് പറയുന്നു, പറഞ്ഞേച്ച് ആ വിഷയം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെയല്ലേ കണ്ടത്? അതിനെക്കുറിച്ച് പിന്നെയും സ്ക്രൂട്ടനൈസ് ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൂടുതൽ അവളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നുമില്ല. യേശു ആ വസ്തുതകളെ വ്യക്തമായി പ്രസ്താവിച്ച് നിർത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നല്ലേ. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. തെറ്റായ ചില പ്രതികരണങ്ങൾ ഈ വാക്യം വെച്ച് പലരും നടത്താറുണ്ട്. അതിൽ 2 വിഷയമുണ്ട്. ദ റോങ് റിയാക്ഷൻ. ദ ഫസ്റ്റ് വൺ, ജഡ്ജ് ഹെയർ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു വാക്യം കേൾക്കുമ്പോൾ അവളെ പെട്ടെന്ന് അങ്ങ് വിധി എഴുതും. അതായത് ഒരു സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരെന്ന് കേൾക്കുമ്പോൾ വളരെയധികം ഊഹാപോഹങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാവും അല്ലേ. അതിൽ ഭൂരിഭാഗം ഉണ്ടാകുന്ന ആ ഒരു ഊഹാപോഹങ്ങൾ, സ്പെക്കുലേഷൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായതെന്ന് വചനത്തിൽ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല, അതിന്റെ റീസൺസ് ഒന്നും പറയുന്നില്ല. എന്നാൽ നമുക്ക് അനുമാനിക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ സംസ്കാരത്തിൽ ഈ വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നു. അത് പലപ്പോഴും സ്ത്രീകളല്ലായിരുന്നു, ഭർത്താക്കന്മാരായിരുന്നു അതിന് തുടക്കമിട്ടിരുന്നത്. പുരുഷന്മാർക്ക് ഇഷ്ടമല്ലെങ്കിൽ അന്നേരം ഉപേക്ഷിച്ച് കളയുക. സ്ത്രീകൾ അന്ന് കൂടുതലും സഹിക്കുന്ന വ്യക്തികളായിരുന്നു. ഒരുപക്ഷെ അവളെ ആവർത്തിച്ച് പലരും ഉപേക്ഷിച്ചതാകാം. ഇനി അഥവാ മറ്റൊരു റീസൺ, അവൾ 1-ലധികം തവണ വിധവയാകാനും സാധ്യതയുണ്ട്. ഇനി അതും അല്ലെങ്കിൽ അവൾ ലൈഫ് പാർട്ട്ണറിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അവൾക്ക് പറ്റിയ അബദ്ധമോ അല്ലെ പുരുഷന് പറ്റിയ അബദ്ധമോ എന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. റീസൺസ് സോ മെനി. നമുക്കിതൊന്നും അറിയില്ല. എന്നാൽ എല്ലാം അറിയുന്നൊരു കർത്താവ് അവളെ കുറ്റപ്പെടുത്താൻ ഒന്നും ഈ വിവരങ്ങൾ പറയുന്നതായിട്ടല്ല കാണുന്നത്. എന്തിനാ കർത്താവ് അവളോട് പറഞ്ഞതെന്നറിയാമോ? സ്ത്രീയെ, ഞാൻ നിന്നെ അറിയുന്നു എന്നതിന് വേണ്ടിയാണ്. കർത്താവിന് അവളെ അറിയാമെന്നുള്ളതിന്റെ തെളിവിന് വേണ്ടി മാത്രം അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആ ഒരു അറിവ് അവളെ രക്ഷയിലേക്കുള്ളൊരു ക്ഷണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവളെ വിവേചനത്തിന്റെ രീതിയിൽ അവളെ ഒരു സമൂഹം അവളെ മാർജിനലൈസ് ചെയ്തതുപോലെ ഒറ്റപ്പെടുത്തി നിർത്തിയില്ല. താനായിരുന്ന അവസ്ഥയിൽ നിന്ന് അവളെ രക്ഷിക്കുവാനാണ് യേശു കർത്താവ് വന്നത്. നമ്മൾ കഴിഞ്ഞ സെക്ഷൻസിലെല്ലാം പഠിച്ചതാണ്. വീണ് കിടക്കുന്നിടത്തുനിന്ന് വലിച്ചെടുക്കുന്ന ഒരു ദൈവസ്നേഹം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ അതുപോലെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽക്കാലം യേശു നിന്നെ സ്നേഹിക്കുമ്പോൾ നിന്നെ അവൻ പുച്ഛിച്ച് തള്ളാൻ വേണ്ടിയല്ല, കളിയാക്കാനല്ല. നീ വീണ് കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് നിയോഗിക്കുകയാണ്. സ്തോത്രം. അതാണ് 1-മത്തെ ഒരു റോങ് ഇന്റർപ്രിട്ടേഷൻ. ഒരിക്കലും നമുക്ക് തോന്നുന്ന രീതിയിൽ ആ സ്ത്രീയെ ജഡ്ജ് ചെയ്യുവാൻ ഇടവരുത്.
രണ്ടാമത്തെ റോങ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഈ വിഷയത്തെ സ്പിരിച്വലൈസ് ചെയ്തും കാണും. സ്പിരിച്വലൈസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ 5 ഭർത്താക്കന്മാരെ അങ്ങ് പൂർണ്ണമായിട്ട് ആത്മീയവൽക്കരിച്ചും കാണുകയാണ്. ചില പഠിതാക്കൾ പറയുന്നത് 5 ഭർത്താക്കന്മാരും പൂർണ്ണമായിട്ട് ആലങ്കാരികമായിട്ടാണ് ചിത്രീകരിച്ചേക്കുന്നതെന്നാണ്. അതായത് 5 വ്യാജ ദൈവങ്ങളായിരുന്നു അത്, അല്ലെങ്കിൽ 5 പരാജയപ്പെട്ട മതവ്യവസ്ഥകളായിരുന്നു അത്. അപ്പൊ ഈ രീതിയിലുള്ള ഫൂളിഷ്നെസ് ആയിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വളരെ ക്രൂക്കഡ്നെസ്സാണ്, അക്സെപ്റ്റബിൾ അല്ല ബൈബിള് വെച്ച്. ബൈബിള് വെളിപ്പെടുത്തുന്ന സ്ത്രീ എന്ന് പറയുന്ന ഒരു യഥാർത്ഥ ചരിത്രമുള്ള ഒരു ജീവിതകഥ നയിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരിക്കലും അവളുടെ ആ മാനുഷിക ജീവിതത്തെ ദൈവശാസ്ത്രപരമായിട്ട് കൂട്ടിക്കലർത്താൻ പാടില്ല. ഇതാണ് നമ്മൾ അവിടുന്ന് അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടിയ ഒരു പ്രധാനപ്പെട്ട വിഷയം. അവിടുത്തെ 19-ാം വാക്യം നമ്മൾ എന്താ വായിക്കുന്നത്? സ്ത്രീ അവനോട്, യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ അവളുടെ ആ ഒരു കാഴ്ചപ്പാട് മാറിയത് കണ്ടോ? ആദ്യം യഹൂദനായിരുന്നു യേശു കർത്താവ്, അല്ലേ? ഈ യഹൂദൻ ആരാന്ന് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി അവളുടെ ഉള്ളിലുണ്ടായി. അത് കഴിഞ്ഞേച്ച് ഈ യഹൂദൻ പറയുകയാണ്, ഞാൻ നിനക്ക് ജീവജലത്തിന്റെ നദികൾ നിന്നിൽ നിന്ന് പുറപ്പെടും, ഞാൻ നിനക്ക് ജീവജലത്തിന്റെ നദി തരുന്നവൻ. അത് അവളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു രൂപാന്തരമുണ്ട്. അവളുടെ ജീവിതത്തെ അവൻ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയപ്പോൾ അവൾ പറയുകയാണ്, നീ സാധാരണക്കാരനല്ല, നീ ഒരു പ്രവാചകനാണ്. കണ്ടോ? അപ്പൊ ഈ അവനെ കുറിച്ചുള്ള, യേശുവിനെ കുറിച്ചുള്ള ഒരു ധാരണയുടെ സുപ്രധാന ചുവടവെപ്പാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യേശുവിനെ ആദ്യം കാണുമ്പോൾ നീ ഒരു യഹൂദൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആരംഭിച്ചു എങ്കിലും ഇപ്പോൾ പറയുന്നത് നീ ഒരു പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വെളിപ്പാടിന്റെ ഒരു പ്രോഗ്രസീവ് നിങ്ങൾ നോക്കണം. റെവലേഷൻ ഈസ് പ്രോഗ്രസീവ്. അവൾക്ക് ഇതുവരെയും പേരിടാൻ കഴിയാത്ത ഒന്നിലേക്ക് അവൾ നീങ്ങുകയാ. യേശുവിനോട് അടുക്കും തോറും കൂടുതൽ അറിയുവാനിടയായിത്തീരും. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരുടെ നമ്മുടെ ജീവിതത്തിലും. നീ എത്രത്തോളം കർത്താവിനോട് അടുക്കുന്നോ അത്രത്തോളം ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവം നിനക്ക് ദാനമായി നൽകിക്കൊണ്ടിരിക്കും. നീ അകലും തോറും ആ വെളിപ്പാടിന്റെ പ്രകാശം ഹൃദയത്തിൽ അത് കുറഞ്ഞു മങ്ങിത്തുടങ്ങും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നത്, നിനക്ക് കർത്താവിനെ കൂടുതൽ അറിയണോ, അവനോട് കൂടുതൽ ചേർന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തുടർന്ന് അടുത്ത പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 20 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങളാണ്. അത് മുഴുവനും വായിച്ചിപ്പോൾ സമയമെടുക്കുന്നില്ല. ഞാൻ അതിന്റെ ഓരോ ഭാഗം വെച്ച് ഞാൻ നിങ്ങളോട് പറയും. ഇവിടെ 20 മുതൽ 26 വരുമ്പോൾ അവളെ ചോദ്യത്തെ മറ്റൊരു രീതിയിലേക്ക് അവള് ട്വിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 20 ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 20 21 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാട്ട്. 20 21 ഓഡിയോ ഓക്കെ ആയോ? 20 21 ഇല്ല, കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ വായിക്കാം. ഞാൻ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ചില ഈ വായനക്കാര് ചിന്തിക്കുന്നത് അവള് വിഷയം മാറ്റുവാൻ ശ്രമിക്കുന്നു എന്നാണ് പലരും ഇതിനകത്ത് ചിന്തിക്കാറുള്ളത്. അപ്പൊ അവളുടെ വ്യക്തിപരമായ ചരിത്രത്തിൽ നിന്ന് കൂടുതലൊന്നും പറയാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ആ സ്ത്രീ പെട്ടെന്ന് ആരാധനയിലേക്ക് വിഷയം മാറ്റിവിട്ടെന്ന് ചിലരൊക്കെ തെറ്റായിട്ട് ചിന്തിക്കും, അല്ലെ? ദൈവശാസ്ത്രത്തിലേക്ക് അവൾ പെട്ടെന്ന് ആ ഒരു കോൺവെർസേഷനെ മാറ്റി തിരിച്ചല്ലോ, ആ സംവാദത്തെ വഴിതിരിച്ചു വിട്ടല്ലോ എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ ആ രീതിയിൽ ഇതിനെ ഗ്രഹിക്കുന്നത് വളരെ തെറ്റാണ്. കാരണം അവൾ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലാത്ത ഒരാളാണ് അവളുടെ സ്വകാര്യ ജീവിതത്തെ കൃത്യമായി വിവരിച്ചു പറഞ്ഞത്, ആണോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് അവൾക്ക് അറിയാവുന്ന ഏറ്റവും മതപരമായ ചോദ്യം ചോദിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ നോർമൽ പ്രതികരണം എന്ന് പറയുന്നത്. കാരണം അവൾക്ക് കാര്യം മനസ്സിലായി, ഇവൻ സാധാരണക്കാരനല്ല, ഇവനൊരു പ്രവാചകനാണ്. ഇവൻ പ്രവാചകനാണെങ്കിൽ ഇവൾക്കുടെ മനസ്സിൽ ചില ജെനുവിൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം ശമരിയക്കാര് ഗർസീം പർവ്വതത്തിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുക. അതാണോ ശരി?
അതോ യെരുശലേമിൽ ആരാധിക്കുന്നതാണോ സ്ത്രീ? അവളുടെ സ്വാഭാവിക പ്രതികരണമാണ്. ദൈവത്തെ ആരാധിക്കുവാനുള്ള ശരിയായ സ്ഥലം എവിടെയാ? ഇത് ശമരിയക്കാരുടെ ഒരു അക്കാഡമിക് ചോദ്യമൊന്നും ആയിരുന്നില്ല. നൂറ്റാണ്ടുകളായി യഹൂദരും ശമരിയക്കാരും തമ്മിലുണ്ടായ ആ തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു അത്. ശമരിയക്കാരെപ്പോഴും പറയും ഞങ്ങളുടെ വർഷിപ്പാണ് ശരി, കാരണം ഇതാണ് കറക്റ്റ്, യെരുശലേമിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. യെരുശലേംകാർ പറയും ഞങ്ങളുടെ വർഷിപ്പാണ് ശരി, അങ്ങോട്ട് പോകുന്നതെല്ലാം കൾട്ടാണെന്ന് അവരും പറയും. അപ്പൊ ഇത് രണ്ടും വലിയൊരു തർക്കമായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു തർക്കത്തിന് ഒരു ഉത്തരം കിട്ടണം. അതിനുവേണ്ടിയാണ് ഇവൾ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, ഞങ്ങളെ ശരിക്കുള്ള ആരാധന എവിടെയാണ്? ഏതാണ് ശരിക്കുള്ള ആരാധന? പ്രൈസ് ദി ലോർഡ്. സത്യനമസ്കാരികൾ എവിടെയാണ് ആരാധിക്കേണ്ടത്? യെരുശലേമിലാണോ ഗെർസീമിലാണോ? കാരണം യഹൂദന്മാർക്ക് യെരുശലേം കേന്ദ്രമാക്കിയായിരുന്നു ദേവാലയമെങ്കിൽ ശമരിയക്കാര് ഗെർസീം പർവ്വതം അവിടെ ആരാധന കേന്ദ്രമാക്കി അവർക്ക് സ്വന്തമായി കെട്ടിച്ചമച്ച ആലയമുണ്ടായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജാതിക ആരാധന വരെ അതിനകത്തുണ്ടായിരുന്നു. ഈ ഗെർസീം മലയിലുള്ള ഇവരുടെ ഈ ആലയത്തെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യഹൂദ നേതാവും അല്ലെങ്കിൽ അവിടുത്തെ ഒരു നേതാവും ഹൈപ്രീസ്റ്റുമായ ഒരുവനുണ്ടായിരുന്നു, ജോൺ ഹിർക്കാനസ് എന്ന് പറയുന്നത്. അത് BC 128 128 BC-യിൽ ആ ഒരു വ്യക്തി ഈ ഗെർസീം പർവ്വതത്തിൽ ഉണ്ടായിരുന്ന ഇവരുടെ ആലയത്തെ നശിപ്പിച്ചു കളഞ്ഞു, ശമരിയക്കാരുടെ. കാരണം അവർ ആ തെറ്റായ വർഷിപ്പ് ചെയ്യുന്നത് കൊണ്ട്, യഹോവയെ മറ്റു ദൈവങ്ങളോട് കൂടി ആരാധിക്കുന്നത് കൊണ്ടുള്ള ദേഷ്യത്തിലാകാം ഈ വ്യക്തി, യഹൂദ നേതാവ്, ഇത് നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ അതിന്റെ ഒരു മുറിവും ദേഷ്യമൊക്കെ ശമരിയക്കാർക്കുണ്ട്. അതും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആരുടെ മതമാണ് ശരി? ദൈവത്തിങ്കലേക്ക് പ്രവേശനം ആർക്കാണ് നിയമാനുസൃതമായിട്ട് ലഭിക്കുന്നത്? അവളെപ്പോലുള്ള ഒരു വ്യക്തിക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തിക്ക്, അവൾ എവിടെ നിന്നാണ് വന്നതെന്ന് എല്ലാവർക്കും അറിയാം. അവൾ ആരാധിക്കുന്ന സ്ഥലം ഏതാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അവളെപ്പോലുള്ള ഒരാൾക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിലെത്താൻ കഴിയുമോ എന്നാണ് അവൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുമോ? അതുകൊണ്ടാണ് അവൾ ആ ചോദ്യത്തെ ആരാധനയിലേക്ക് അവൾ തിരിച്ചുവിട്ടത്. കർത്താവോട് ഉത്തരം പറയുന്ന ഒരു ഭാഗം 22-ാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. 22-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. കർത്താവിന്റെ ആൻസർ കേട്ടോ. 3 പ്രസ്താവനകൾ അവിടെ പറഞ്ഞത്. ഒന്നാമത്തെ പ്രസ്താവന, അവിടെ ഒരു സത്യസന്ധമായ ഒരു ഓണസ്റ്റ് അസസ്മെന്റാണ് നടത്തിയത്, അല്ലേ? ഓണസ്റ്റ് അസസ്മെന്റാണ് നടത്തിയത്. അവിടെ എന്താ പറയുന്നത്? 22-ാം വാക്യം നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. അപ്പൊ യേശു ഇവിടെ ഒരു ആപേക്ഷികമായിട്ടല്ല കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും പറയും, ഈ സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കാം, നമ്മളെല്ലാവരും ഒരേ കൂട്ടായ്മയല്ലേ, അല്ലെങ്കിൽ ഇന്നത്തെ പല മതക്കാരും പറയും ഏത് വഴിയിലൂടെ വന്നാലും ലക്ഷ്യം ഒന്നായാൽ മതി. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് അവിടെയൊന്നും എണ്ണ പുരട്ടിയില്ല, വൈറ്റ് വാഷ് അടിച്ചില്ല. എല്ലാ വഴികളും ഒന്നിലേക്ക് എത്തുന്നു എന്ന കാഴ്ചപ്പാടല്ല യേശുവിനുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവർ തെറ്റാണ്. യേശുവിന് ഒരേ വഴി, യേശുവാണ് ഏക വഴി. അനേക വഴികളിൽ ഒരു വഴി അല്ല യേശു. പ്രൈസ് ദി ലോർഡ്. രക്ഷപ്പെടുവാൻ ഏകമാർഗം അത് കർത്താവായ യേശു മാത്രം. അപ്പൊ എല്ലാ ആരാധനകളും ഒരുപോലെ ദൈവം കാണുന്നു എന്ന് യേശു പറയുന്നില്ല. യേശു ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, ശമരിയക്കാരുടെ മതപാരമ്പര്യം അപൂർണമായ അറിവോടെയാണ് പ്രവർത്തിക്കുന്നത്. അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അവർ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ആരാധിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? യഹൂദ പാരമ്പര്യത്തിലൂടെയാണ് രക്ഷ ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന വെളിപ്പാട് വഹിക്കുന്നതെന്നാണ് യേശു പറഞ്ഞത്. അപ്പൊ ഇത് ചരിത്രപരമായും ദൈവശാസ്ത്രപരമായിട്ടുള്ള വസ്തുതയാ. അത് യഹൂദന്മാർ ശ്രേഷ്ഠന്മാരായതുകൊണ്ടല്ല. അബ്രഹാമിനോടുള്ള ഒരു ഉടമ്പടി വംശാവലിയുണ്ട്, ആ ഒരു ട്രഡീഷനിലൂടെ വരത്തുള്ളൂ.
തിരുവെഴുത്തുകൾ അങ്ങനെയാണ് പ്രവചിച്ചു വെച്ചിരിക്കുന്നത്. ഈ യഹൂദയിലൂടെ രക്ഷകൻ പുറത്തു വരും, മസിഹ വരും. അപ്പൊ മസിഹ എല്ലാ ഇസ്രായേലിലൂടെ വന്നു ആണ് ഇതിന്റെ അർത്ഥം. ഇസ്രായേൽ ഗോത്രത്തിലൂടെ, അല്ലെങ്കിൽ യഹൂദ ദാവീദിന്റെ പുത്രനിലൂടെ വരണമെന്നുള്ള പ്രവചന ശബ്ദമാണ്. അതങ്ങനെ വരികയുള്ളൂ എന്ന് കർത്താവ് അവിടെ ക്ലാരിറ്റി വെച്ച് പറയുകയാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയോടുള്ള ആദരവ് കൊണ്ടോ ഒരു വ്യക്തിയോടുള്ള ബഹുമാനം കൊണ്ടോ അവരുടെ വിശ്വാസങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തോടു കൂടി കോംപ്രമൈസ് ചെയ്യുന്നതല്ല ക്രിസ്തീയ ജീവിതം. പ്രൈസ് ദി ലോർഡ്. രണ്ടും ഒന്നാണ് എന്ന് പറയുന്ന കപടത കാണിക്കാൻ പാടില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. യേശു ആ സ്ത്രീയോട് വളരെ ആർദ്രതയോടെയാണ് ഉത്തരം പറയുന്നത്, സ്നേഹത്തോടെയാണ്. അവളുടെ മതപാരമ്പര്യം ന്യായപ്രമാണത്തോട് നീതി പുലർത്തുന്നില്ല എന്ന് വ്യക്തമായിട്ട് അവളോട് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ അവിടുത്തെ പ്രസ്താവന എന്തായിരുന്നു? ഒരു പുതിയൊരു യാഥാർത്ഥ്യം പറയുക. 23, 24 വാക്യങ്ങൾ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമയം ഏകദേശം തീർന്നിരിക്കുകയാണല്ലോ. നമ്മളൊരു കാര്യം ചെയ്യാം, 23 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ആ വാക്യം കൂടെ എടുക്കാൻ പോയാൽ കുറെ കൂടെ നമുക്ക് സമയം വേണ്ടി വരും. നമ്മുടെ ആ ഒരു 5 മിനിറ്റ് കൊണ്ട് അത് തീരുകയില്ല. അതുകൊണ്ട് കർത്താവ് അവരോട് പറയുന്നു, നമ്മൾ 22-ാം വാക്യം വായിച്ചു നിർത്തട്ടെ. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇവിടെ പറഞ്ഞു നിർത്തുമ്പോൾ അവിടെ ഒരിക്കലും ഒരു കോംപ്രമൈസ് കർത്താവ് ചെയ്യുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സുവിശേഷത്തിന് ഒറ്റ വാതിലേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. കഴിഞ്ഞ 3 അധ്യായങ്ങളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചത്, മനുഷ്യൻ ന്യായവിധിക്കകത്ത് വിധേയപ്പെട്ട് കിടക്കുമ്പോൾ, മാനവരാശി പാപത്തിൽ വിധേയപ്പെട്ട് കിടക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഉലകത്തിൽ ഇറങ്ങി വന്നത്. അവനാണ് സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗം എന്ന് കാണിച്ചു തരാനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിന്റെ പാപങ്ങളിൽ നശിച്ചു പോകരുത്. ഒരുപക്ഷെ നിങ്ങൾ പലവിധമായ മതാചാരങ്ങളിൽ കുടുങ്ങിയ വ്യക്തികളായിരിക്കാം, ആരാധിക്കുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ ക്രിസ്തുയേശുവിന്റെ ദൈവസ്നേഹം, ദൈവവചനം വിളിച്ചു പറയുന്നത്, ജീവനുള്ള ഒരേ ഒരു ദൈവമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. അവനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. ഈ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവ് കൃപ നൽകുമാറാകട്ടെ. അടുത്ത ആഴ്ച തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.